സത്യം പറഞ്ഞാൽ ത്രോട്ടിൽ വെച്ചിട്ട് ആദ്യത്തെ ഓഫ് റോഡാണ്. എൻജോയ് ചെയ്തോ ഗൈസ്. ഇങ്ങനെ പറ്റിയ സ്ഥലത്തെത്തി. ത്രോട്ടിൽ ഇപ്പം നമ്മൾ ഇപ്പം എണീറ്റ് നിന്ന് ഓട്ടിക്കുമല്ലേ, അപ്പം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എനിക്ക് ജസ്റ്റ് കുറച്ച് പ്രഷർ മതി റെസ്റ്റിൽ കൺട്രോൾ ചെയ്യാം വണ്ടിയെ. കണ്ടാ, അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ക്വിക്ക് ത്രോട്ടിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഹേ ഗൈസ്, ദ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടായിരുന്നു, നമ്മൾ ക്വിക്ക് ത്രോട്ടിൽ നമ്മൾ എക്സ്പൾസിൽ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അതെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ല അന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ത്രോട്ടിൽ അതെന്താണ്, അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതെല്ലാം ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ മൈ കണ്ടന്റ് ഗൈസ്. സോ അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടല്ലോ, ഡൊമിനോയുടെ ക്വിക്ക് ത്രോട്ടിൽ നമ്മൾ എക്സ്പോൾസ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പോൾ ക്വിക്ക് ത്രോട്ടിലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ആ ലാസ്റ്റ് വ്ളോഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ക്വിക്ക് ത്രോട്ടിൽ എന്താണെന്ന് പറഞ്ഞാൽ, ക്വിക്ക് ത്രോട്ടിൽ ആ പേര് പോലെ തന്നെ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചുകൂടെ ക്വിക്കാവും. അത് മെക്കാനിക്കലി എൻജിനിൽ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ഇൻക്രീസും ചെയ്യത്തില്ല, BHP ഒന്നും മാറത്തില്ല. ജസ്റ്റ് നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും. അതായത് ഓൺ ആൻഡ് ഓഫ് ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും. അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ ത്രോട്ടിലിൻ്റെ പ്ലേ ഉണ്ടല്ലോ, ഇത് 40 ഡിഗ്രിയേ ഉള്ളൂ. സാധാരണ നോർമൽ ബൈക്സിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നതെന്ന് വെച്ചാൽ 80, 90, അത് വേരി ചെയ്തിരിക്കും ഓരോ ബ്രാൻഡ്സിന്. അപ്പോൾ നമ്മൾ ക്വിക്ക് ത്രോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പം തന്നെ ആ എൻജിൻ്റെ പവർ ബാൻഡ് ഓപ്പൺ ആവും. ഇപ്പം കാർബറേറ്റർ ബൈക്കാണെങ്കിലും ശരി, ഈ പറഞ്ഞ പോലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ബൈക്കാണെങ്കിലും ശരി, നമ്മൾ ക്വിക്ക് ത്രോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രോട്ടിൽ ബോഡി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വാൽവ് തുറക്കുന്ന സ്പീഡും അതിൻ്റെ റേഞ്ചും സ്പീഡപ്പ് ആക്കും. അതാണ് ഈ ക്വിക്ക് ത്രോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഡൊമിനോയുടെ ക്വിക്ക് ത്രോട്ടിലാണ്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇത് 200V ആണ്, ഫ്യൂൽ ഇഞ്ചക്റ്റഡ് വേരിയൻ്റ് ആണ്. കണ്ടാ, നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പം തന്നെ ബട്ടർഫ്ലൈ വാൽവ് ഫുള്ള് ഓപ്പൺ ആവും. അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻടേക്ക് എയർ ഫ്യൂൽ റേഷ്യോ എൻജിനിൽ പോയിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും. അതാണ് ഈ ക്വിക്ക് ത്രോട്ടിലിൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ എൻജിനിലെ BHPയോ വേറെ ഒരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റോ വരത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കിത് ഓടിച്ച് കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടായി. നമ്മൾ ഇനിഷ്യൽ ടച്ചിൽ വലിയ രീതിയിൽ ഒരു ബമ്പ് കിട്ടത്തില്ല. പക്ഷേ നമ്മളൊന്ന് ആ ഇനിഷ്യൽ കഴിഞ്ഞിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈവ് ലിമിറ്റർ ഹിറ്റ് ചെയ്യും. കാരണം പെട്ടെന്നാണ് അതിൻ്റെ ആക്സിലറേഷൻ വരുന്നത്. കണ്ടാ, അതായത് ഒരു 40-30 ഡിഗ്രി ട്വിസ്റ്റ് ചെയ്യുമ്പം തന്നെ പവർ ബാൻഡ് ഓപ്പൺ ആവും. സോ ഗൈസ്, അങ്ങനെ നമുക്ക് ഇനി ഇത് റൈഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഡിഫറൻസ് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും, ആ വണ്ടി എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ സ്റ്റാർട്ടാക്കിയിട്ടുള്ള പെർഫോമൻസ്. കണ്ടാ, ആക്സിലറേഷൻ കുറച്ചും കൂടെ ക്വിക്കായിരിക്കും. കണ്ടാ, നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴിച്ച് നിന്നൊക്കെ ഓടിക്കാൻ നേരത്ത് നമുക്ക് ഈ റിസ്റ്റിൻ്റെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് വളരെ വളരെ കുറവായിരിക്കും. നമുക്ക് കൂടുതൽ റിസ്റ്റിൽ പ്രഷർ വരുന്നതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ കുറച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് കയറി വരും. കണ്ടല്ലോ നമ്മൾ ആ തേരിയിൽ എന്ത് പെട്ടെന്ന് ഇത് ആക്സിലേറ്റ് ചെയ്ത് കയറിയെന്ന്. നമുക്ക് കൂടുതൽ റിസ്റ്റിൽ പ്രഷർ വരുമ്പം എന്തൊട്ടെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ക്വിക്ക് ത്രോട്ടിലാകുമ്പോൾ നമുക്ക് ആ ഒരു സ്ലൈറ്റ് ഒരു മൂവ്മെൻറ്റ് മതി, നമുക്ക് എൻജിൻ്റെ പെർഫോമൻസ് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടും. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ പോലെ നമുക്ക് കൺട്രോൾ ചെയ്ത് ലോ RPM ഓടിക്കാനും പറ്റും. കാരണം ഇതിൻ്റെ ഇനീഷ്യൽ ഓപ്പണിങ് അത്ര അഗ്രസീവ് അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും.
നിങ്ങൾക്ക് 2000 RPM സുഖമായിട്ട് ക്രൂസ് ചെയ്ത് പോകാനും പറ്റും. പക്ഷേ കുറച്ചുകൂടി അഗ്രസീവ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. അതാണ് ക്വിക്ക് ത്രോട്ടിൽ. നമ്മൾ റിസ്റ്റിൻ്റെ റേഞ്ച് ഓഫ് മോഷനും റിസ്റ്റിൻ്റെ എഫേർട്ടും കുറയ്ക്കും. അതുപോലെ തന്നെ ഗൈസ്, ക്വിക്ക് ത്രോട്ടിലിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ടോപ്പ് ഗിയറിൽ നിന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പം നമുക്ക് ബ്ലിപ്പ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കുറവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബ്ലിപ്പ് ചെയ്യാൻ പറ്റും. ത്രോട്ടിൽ കാണിച്ചു തരാം. കണ്ട എന്ത് പെട്ടെന്ന് ബ്ലിപ്പ് ചെയ്യാൻ പറ്റിയെന്ന്. ഗൈസ്, നമ്മൾ നമ്മുടെ ഈ എക്സ്പൾസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ഹില്ലി ഏരിയയാണ് പോകുന്നത് റൈഡിന്. ഓഫ് റോഡിങ് സെറ്റപ്പിലായിരിക്കും നമ്മൾ മിക്കവാറും പോകുന്നത് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കണ്ടീഷനിലേ നമ്മൾ എണീറ്റ് നിന്ന് എക്സ്പൾസ് ഓടിക്കുമ്പം നമുക്ക് റിസ്റ്റിൽ നല്ല പ്രഷർ വരും. ആ പ്രഷറും വെച്ചിട്ട് നമുക്ക് ഈ ആക്സിലറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ ക്വിക്ക് ത്രോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര രീതിയിലുള്ള പവർ പമ്പ് വരും, പവർ വണ്ടിയുടെ ഇൻക്രീസ് ആവും. പക്ഷേ പെർഫോമൻസ് ഇൻക്രീസ് ക്വിക്ക് ത്രോട്ടിൽ വരത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ വണ്ടിയുടെ പവർ ഡെലിവർ ചെയ്യുന്ന രീതി, അതായത് ക്വിക്ക് ത്രോട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ട്വിസ്റ്റിൻ്റെ ആക്ഷൻ വെച്ചിട്ട് പവർ കുറച്ചുകൂടെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായ? പറ്റിയ സ്ഥലം നമുക്ക് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇപ്പോൾ എണീറ്റിൽ നിന്ന് ഓട്ടിക്കുമല്ലേ, അപ്പം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എനിക്ക് ജസ്റ്റ് കുറച്ച് പ്രഷർ മതി റെസ്റ്റിൽ കൺട്രോൾ ചെയ്യാം വണ്ടിയെ. കണ്ടോ? അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ക്വിക്ക് ത്രോട്ടിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും വണ്ടിയെ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ വേണ്ടി. റോഡിൽ അത് എത്രമാത്രം യൂസ് വരുമെന്ന് ചോദിച്ചാൽ റോഡിലും യൂസ് വരും. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രൂസ് ചെയ്ത് പോകാനും പറ്റും. ഇനിഷ്യലി നിങ്ങൾക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും അത്. അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ക്വിക്ക് ത്രോട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ കൂടുതൽ ഈ എക്സ്പൾസ് എടുക്കുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിലായിരിക്കും ഓഫ് റോഡിങ്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എക്സ്പൾസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വിക്ക് ത്രോട്ടിലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ആ രീതിയിലുള്ളൊരു റെസ്പോൺസ്, ത്രോട്ടിൽ റെസ്പോൺസ്, ബിഹേവിയർ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യും. കണ്ടോ? നമുക്ക് സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റും. കുറച്ച് എഫേർട്ട് മതി. എഫേർട്ട്ലെസ് ആണ്. അപ്പോൾ ഈ സ്ഥലം എങ്ങനെയുണ്ട് ഗൈസ്? റിവ്യൂ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് ക്വിക്ക് ത്രോട്ടിൽ. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് കണ്ടന്റ് ഗൈസ്. പിന്നെ നമ്മൾ നമ്മുടെ എക്സ്പൾസിൽ കുറച്ച് കൂടുതൽ ആക്സസറീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് എക്സ്പൾസ് റാലി എഡിഷൻ്റെ മഫ്ലർ ഗാർഡാണ്. പിന്നെ ഈ വരുന്ന ടെയിൽ ടേഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. മഡ് ഗാർഡ് കുറച്ച് പൊങ്ങിയിരിക്കുകയല്ലേ, അത് നിങ്ങൾക്ക് എല്ലാ എക്സ്പൾസിലും റാലി എഡിഷനിലും ചെയ്യാൻ പറ്റും. ഇത് 4 ബോൾട്ട് വരും. അതിൽ ബാക്കിൽ 2 സൈഡിലുള്ള ബോൾട്ടുകളൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു നട്ട് കയറ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൊങ്ങും. അതുകൊണ്ട് ഇവിടെ ചെയ്തിരിക്കുന്ന പോലെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്വിക്ക് ത്രോട്ടിലിൻ്റെ വീഡിയോ. അപ്പോൾ this is Mithun saying ciao. See you guys in some other video. Bye. Thanks for watching guys. Please do subscribe to my channel.